കണ്ടപ്പോൾ പൂച്ചേൻ്റെ നേരെ ഒരൊറ്റ ചാട്ടം. ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സ്വാഗതം പറയും. സ്വാഗതം പറയും എലിക്കുട്ട. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. രാവിലെ എപ്പോഴാണ്? രാവിലെ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് മീക്കുട്ടിൻ്റെ ഈ പല്ല് പോയ പല്ല് സുന്ദരിയായിട്ട് വരുന്നുണ്ട്. ഇവളിപ്പോൾ ഭക്ഷണമൊക്കെ നല്ല കഴിക്കുന്നുണ്ട് അല്ലേ? നീയാ ഭക്ഷണം കഴിക്കണില്ലേ? ഒരാൾ ഇവിടെ നീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അതെ കുട്ടി ബേബി. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. ഞാനുണ്ട്, മീക്കുട്ടി ഉണ്ട്, അലി ബേബി ഉണ്ട്, പിന്നെ അവിടെ ബേബി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അവള് നീറ്റ് വന്നു കണ്ട് കിടക്കുകയാണ് ഇവിടെ. സൈക്കുട്ടി സയാ സയാ ഇങ്ങോട്ട് നോക്ക്. ഒരു ഹായ് പറ. ഹായ്. എന്താ പല്ല് വെച്ചില്ലേ? എന്താ പല്ല് വെക്കാത്ത? ഉമ്മി ആണോ? ഓക്കെ. അപ്പൊ അവിടെ ഇന്ന് വേറൊരു പൂച്ച ഉണ്ട് അല്ലേ? ഒരു കറുമ്പി പൂച്ച. കറുമ്പിയാണത്. കറുമ്പി ഇവിടെ ഇടക്കിടക്ക് വിസിറ്റ് വരുന്ന പൂച്ചയാണ് അല്ലേ മിയ? അപ്പൊ മിയന്റെ സംശയം എന്താണ് കറുമ്പിനെ പറ്റിയുള്ള? മിയക്കുട്ടിക്ക് എന്താ ഇപ്പൊ കറുമ്പിനെ കണ്ടപ്പോ ഒരു സംശയം? എന്തോ ഒരു സംശയം. എവിടെയാണ് വീട്? എന്നെ പറ. നമ്മുടെ വീട്ടിലോ കറുത്ത പൂച്ച ഉണ്ട്. ആ കറുത്ത പൂച്ചന്റെ പേര് കാർത്തുമ്പി എന്നാണ്. പിന്നെ എനിക്ക് 3 കുട്ടികളുണ്ട് കേട്ടോ. ആ 3 കുട്ടികളുടെ പേര് കാത്തു, മിട്ടു, ചിട്ടു. അപ്പൊ ഓല് ഇവിടെ തോടുണ്ട്. തോടിന്റെ അവിടെ ഓല് ചെലപ്പോ നിക്കും, ചാടും, കളിക്കുങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വീടിന്റെ കാട്ടുവാണ് പൂച്ച. പിന്നെ ഇവിടെ നമ്മുടെ അടുക്കള ഭാഗത്തുള്ള ഈ സൈഡില്ലേ, ഈ സൈഡിൽ വാതിലുണ്ടല്ലോ. അപ്പൊ ആ വാതിലിന്റെ ഇവിടെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ കോലുണ്ട് കേട്ടോ ഇങ്ങനെ കുത്തിക്കച്ചുള്ള. അപ്പൊ ആ കോലിനുള്ളിലാണ് കുട്ടികളെ ജീവിക്കുന്നത്, അമ്മയും ജീവിക്കുന്നത്. അമ്മ ജീവിക്കുന്നത് അല്ലേ? നമ്മളെ വർക്ക് ഏരിയയില്. വർക്ക് ഏരിയന്റെ ഉള്ളിലല്ലേ? അതെവിടെ? വർക്ക് ഏരിയയിൽ ഒരു ചവിട്ടി ഉണ്ട്. ആ ചവിട്ടിയിലല്ലേ കിടന്നുറങ്ങല് രാവിലെ? നമ്മള് പൂച്ചനെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ നമുക്കുള്ള മെച്ചം എന്താണെന്നറിയോ? എന്താ അറിയോ? മാന്തല്ല. നമ്മളെ പൂച്ച നമ്മളെ വീട്ടിൽ എലിയൊക്കെ വരൂലേ? എലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊന്നു കളയും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് പൂച്ചനെ പണ്ടുള്ള ആൾക്കാർ പൂച്ചനെ വളർത്തുന്നത്. മനസ്സിലായോ? ഇഷദീദ് ഇന്നാളൊരു ദിവസം രാവിലെ എണീറ്റപ്പം ഒരു ചെറിയൊരു എലിക്കുഞ്ഞിന്, ആ പൂച്ചക്കുട്ടിയില്ലേ, ഇന്നലെ നമ്മൾ കണ്ട പൂച്ചക്കുട്ടിയില്ലേ, എന്താണ് ആ പൂച്ചക്കുട്ടിന്റെ പേര്? കാത്തു. കാത്തുണ്ട് പിടിച്ചു വന്ന് കണ്ട് ഇഷദീദിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഒരു എലിക്കുട്ടിനെ. ഇഷദീദിനോട് ചോദിച്ചു നോക്കണ്ടേ? വേറൊരു കാര്യം പറഞ്ഞിട്ടെ, നാളൊരു ദിവസം ഇവിടെ നമ്മളെ എന്ത് പൂച്ച, കാർത്തുമ്പി ഇല്ലേ, കാർത്തുമ്പി പൂച്ച ഒരു ദിവസം പിന്നെ ഉച്ചക്ക് ഇങ്ങനെ ഇവിടെ നടക്കായിരുന്നു. അപ്പം ആ നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു വലിയൊരു പട്ടി വന്നപ്പം ഈ പൂച്ചനെ കണ്ടപ്പോൾ പൂച്ചൻ്റെ നേരെ ഒരൊറ്റ ചാട്ടം. പൂച്ച അപ്പം പേടിച്ചില്ല. പൂച്ച എന്ത് ചെയ്തു? പൂച്ച ആ പട്ടീൻ്റെ നേരെ ഒരൊറ്റ ചാട്ടം കയറി. പട്ടി ഭയങ്കര കൊര. ഈ കെട്ടിയില്ലേന്ന് ഒരു ദിവസം ഉച്ചക്ക് പട്ടിനെ പൂച്ച ഓടിച്ചു വിട്ടത്. അപ്പോൾ പൂച്ചിനെ അപ്പം നമ്മളെ മനുഷ്യന്മാർ വലുത് ചെറുത് അങ്ങനെയൊന്നുമില്ല. മനസ്സിലായോ? ചിലപ്പോൾ ചെറിയ ജീവികളെ കണ്ടിട്ടുണ്ടെങ്കിലാവും നമ്മൾ പേടിക്കുക. ചില ആൾക്കാരുണ്ടാവില്ലേ, ഞാൻ വലിയ ആൾക്കാരാണെന്ന് പറയില്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ പട്ടി ഈ പൂച്ചനെ കണ്ടിട്ടല്ലേ പേടിച്ചു പോയത്. അപ്പം പട്ടി പൂച്ചനെ പേടിപ്പിക്കാൻ വേണ്ടി പൂച്ചൻ്റെ അടുത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയത്. അപ്പോൾ പൂച്ച എന്ത് ചെയ്ത്? പൂച്ച പട്ടിൻ്റെ നേരെ ഒരൊറ്റ ചാട്ടം ചാടി. അപ്പോൾ പട്ടി ഒരൊറ്റ ഓട്ടം ഓടി. മാന്തൊന്നും കിട്ടിയില്ല. പട്ടി ഓടി രക്ഷപ്പെട്ടു. പട്ടി ഭയങ്കര കരച്ചിൽ. പട്ടി വിചാരിച്ചിട്ടില്ല പൂച്ച അതിൻ്റെ നേരെ ചാടുന്നു. അലിക്കുട്ടനെ നമ്മൾ ഈ കഥയൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യണത്? അലിക്കുട്ടന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നു. ആ പൂച്ച വന്നില്ലേ? പൂച്ച വന്നപ്പോൾ കാറൊക്കെ പിടിച്ചിട്ടില്ലേ അലിക്കുട്ട? അലി ബേബി, അലി എന്താണല്ലേ? ബിസ്ക്കറ്റ്.
ചായ അടിച്ചോ? ചായ കുടിക്കാൻ പോവാണ് നീ കൊണ്ട് കൊഞ്ഞോയോ? മഴ പെയ്താലേ പൂവൊക്കെ കൊഞ്ഞു അല്ലേ? പൂവിന് ആ റോസ് പൂവ് കൊഴിഞ്ഞു പോയതോ? അത് മഴൻ്റെ വെള്ളമൊക്കെ നനയുമ്പോൾ പൂവ് കൊഴിഞ്ഞു പോവും. ഇത് കണ്ടോ, ഈ ഒരു ചെടിൻ്റെ ഇത് കണ്ടോ? ഇതൊക്കെയാ അതെന്താണെന്നറിയോ? തൊടല്ലേ അതെന്താണെന്നറിയോ? എന്താണ്? അല്ല, അത് ഈ പൂവിൻ്റെ വിത്താണ്. അതാ താഴെ കിടക്കുന്ന പൂവ്. ആ പൂവ് എടുത്താ, ആ പൂവ് എടുക്കും. ഈ പൂവ് കണ്ടോ? ഈ പൂവിൻ്റെ പേരാണ് അഡീനിയം. ഇതിൻ്റെ വിത്താണത് കേട്ടോ. സാറേ അത് പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഓണം ഫുള്ള് വിത്ത് ഓണം. അതോ ഓള് ആ വിത്തിൻ്റെ ചോദിക്കാണ്. അത് തൊടല്ലേ വിത്ത്. ആ വിത്തല്ലേ, ആ വിത്ത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ചെടീൻ്റെ എന്തുണ്ടാവും എന്നാവാ, പുതിയ ചെടീൻ്റെ തൈകളുണ്ടാവും ആ വിത്ത് ഉണങ്ങിയാൽ. അതാണ് ആ പൂവിൻ്റെ പേരെന്താ? അഡീനിയം. എന്താണ്? അഡീനിയം. ുള്ള കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇവർ രണ്ടാളും ചെടി നനയ്ക്കാനായിട്ട് വന്ന കേട്ടോ. അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ നനയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്ന. ചെടി നനയ്ക്കലൊക്കെ കണക്കുണ്ട് കേട്ടോ, പക്ഷെ കളിയാണ് പ്രധാനം. ഇടപ്പം പറ്റാ ഓക്കെ. തൊടരുത് തൊടാൻ പാടില്ല. ആ പോയില്ലേ, ബട്ടർഫ്ലൈ പോയില്ലേ? അതെ പാറിപ്പോയതുണ്ടോ മിയ? കുട്ടി ഇവിടെ വാ. ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞോ? എന്നാ ഇവിടെ വരി. എന്ത് ഫ്രൂട്ട്? ഇതെന്ത് ഫ്രൂട്ടാണ് നോക്കട്ടെ. ഇതിൻ്റെ പേരെന്താണെന്നറിയാം? ഈ ഫ്രൂട്ടിൻ്റെ പേര് എന്താണ്? ഇത് നമ്മളെ തെച്ചിപ്പൂവില്ലേ? തെച്ചിപ്പൂവിൻ്റെ കായാണിത്. തെച്ചിപ്പൂവിൻ്റെ കായ പണ്ടൊക്കെ നമ്മൾ കഴിച്ചിനി. കഴിച്ചു, കുഴപ്പമില്ല. കഴിച്ചോ? അതിൻ്റെ കുരു കളഞ്ഞേക്ക്, ഒഴിവാക്കുന്നുണ്ട്. മധുരം ഉണ്ടോ? ടേസ്റ്റി? ഓക്കെ.